ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ പ്രോഡക്റ്റ്സിൻ്റെ പുതിയ വീഡിയോസ് അപ്കമിങ് വീക്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു വിൻറ്റേജ് ലുക്കിൽ വരുന്നൊരു ടിഷ്യൂ ബോക്സാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ്. പക്ഷെ അതിനകത്ത് റേറ്റ് ഞാൻ കണ്ടത് 800 സംതിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതേ പ്രൊഡക്റ്റ് മീഷോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ പഴയ റേഡിയോയുടെ ഒരു ടച്ചാണ് വരുന്നത്. അപ്പോൾ മീഷോയിൽ ഇതിൻ്റെ പ്രൈസ് 197 റുപ്പീസാണ് കേട്ടോ. ഞാൻ ചുമ്മാ ആമസോണിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടത് 298 റുപ്പീസാണ്. ഇതിൻ്റെ 3 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. മീഷോയിലും ഇതേ കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിത് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഈ ഹോളിലൂടെ തന്നെ ടിഷ്യൂ അകത്തിട്ട് നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ഡെക്കോർ ഐറ്റം ആയിട്ടും യൂസ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ബൗൾ ആൻഡ് സ്പൂണിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 4 സ്പൂണും 4 ബൗളും ആണ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് BPA ഫ്രീ ആണ്. പിന്നെ മൈക്രോവേവ് സേഫ് കൂടിയാണ് കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സെറാമിക് ആണെന്ന് വിചാരിക്കും. പക്ഷേ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സാലഡ്സ്, ഡെസേർട്ട്സ്, നട്ട്സ് ഇതെല്ലാം സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൂടെ തന്നെ ഇതുപോലെ 4 സ്പൂണും വരുന്നുണ്ട്. അതും പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കളറും അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റും പിങ്കും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് കുറേ നാളായി ഡെലിവറി ചെയ്തിട്ട്. പക്ഷേ നമ്മൾ നാട്ടിലായതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ബിസ്ക്കറ്റ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇത് വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടെയ്നേഴ്സിൻ്റെ അതേ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലെ പ്രിൻ്റ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ലിഡ് പക്ഷേ വുഡൻ ലിഡാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ലിഡിൽ തന്നെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമുക്ക് സ്നാക്സും ബിസ്ക്കറ്റ്സൊക്കെ സ്റ്റോർ ചെയ്യാം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് 499 ആ ഒരു റേഞ്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിന് വേർത്താണ്. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. നമുക്കിത് കുറേ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കട്ടിംഗ് ബോർഡൊക്കെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വീതി കുറഞ്ഞിട്ടുള്ള പാൻസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് ക്രോക്കറി ഷെൽഫിനകത്ത് പ്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നത് മെറ്റൽ മെറ്റീരിയലിലാണ്. 4 ഷെൽഫ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വിത്ത് സ്റ്റാൻഡ് ചെയ്യേണ്ടി കേട്ടോ. കാരണം ഈ പ്ലേറ്റ്സൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സാണ്. പിന്നെ ഞാൻ ഇതുപോലെ കട്ടിംഗ് ബോർഡ്സൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അല്ലെങ്കിൽ ഇതുപോലെ ലിഡ്സ് നമുക്കിതുപോലെ വെക്കാനായിട്ട് പറ്റും. ക്യാബിനറ്റിനകത്തോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് വെക്കാൻ പറ്റും. നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 222 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഞാൻ ടാഗ് ചെയ്യാം. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.